Hi everyone, ഞാൻ Casac Benjali. Welcome to new video blog. ആളുകൾ എൻ്റെ അടുത്ത് വരും. പലപ്പോഴും പല രീതിയിലാണ് വരാറുള്ളത്. പല മെസ്സേജുകൾ വരും. പറയുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ആളുകൾക്ക്. നിരാശയുണ്ട്, സങ്കടമുണ്ട്, പേടിയുണ്ട്. മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന പല കാര്യങ്ങളുമായിട്ട് അതിൽ നിന്നെല്ലാം പരിഹാരം വേണമെന്ന് ചോദിച്ചുകൊണ്ട് പലരും വരാറുണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് പ്രശ്നം വരുന്നത്? എന്താണ് ഇവരുടെ പ്രശ്നം? എനിക്കെന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? ഞാൻ ഇത്രയും ഹാപ്പി അല്ലാതിരിക്കുന്നതിൻ്റെ, സന്തോഷം നഷ്ടപ്പെടുന്നതിൻ്റെ, ദുഃഖം വരുന്നതിൻ്റെ കാരണം എന്താണ്? മറ്റൊന്നുമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ദുഃഖത്തിൻ്റെ കാരണം ഇന്നലകളാണ്. നമ്മൾ ഓരോരുത്തരുടെയും നിരാശയുടെ കാരണം നാളെകളാണ്. നമ്മൾ ഓരോരുത്തരും സങ്കടപ്പെടുന്നത് ഇന്നലകളെക്കുറിച്ച് ഓർത്താണ്. നമ്മൾ ഓരോരുത്തരും വേദനിക്കുന്നത്, പേടിക്കുന്നത് നാളെ എന്തായിത്തീരുമെന്നതിനെക്കുറിച്ച് ഓർത്താണ്. നമ്മൾ ഇന്നലെയിലും നാളെയിലുമാണ് ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ ആരാണ്? നമ്മൾ ആരാണ്? ഞാൻ ആരാണ്? ഞാൻ എന്താണ്? നിങ്ങളാരാണ്? നിങ്ങൾ എന്താണ്? നിങ്ങളെന്ന് പറയുന്നത് ഈ നിമിഷമാണ്. വാട്ട് യു ആർ നൗ. who you are now. ഈ നിമിഷമാണ് നിങ്ങൾ. ഈ നിമിഷമാണ് നിങ്ങൾ. ആ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നാൽ അവിടെ ദുഃഖമില്ല, അവിടെ പേടിയില്ല. നമ്മൾ കയ്യിലില്ലാത്തതും ചുമന്നുകൊണ്ടാണ് നമ്മൾ പേടിച്ച് നടക്കുന്നത്. ഇന്നലെയിലാണ് നമുക്ക് പേടി, ഇന്നലെയിലാണ് നമുക്ക് നിരാശ. ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചോർത്താണ് നമ്മൾ നിരാശപ്പെടുന്നത്. നാളെ എന്ത് സംഭവിക്കും? കയ്യിൽ ഇതുവരെ എത്തിയിട്ടില്ല, മറ്റത് കഴിഞ്ഞു പോയി, ദറ്റ്സ് ഓവർ. അതൊരിക്കലും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരില്ല. ഒരിക്കലും തന്നെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. കഴിഞ്ഞതിനെക്കുറിച്ചോർത്ത് കുറ്റബോധം, സങ്കടം, ഇന്നലെയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നമുള്ളത്. നാളെയെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നാളെയെക്കുറിച്ച് തന്നെയാണ് ചിന്തകൾ. ഇന്നലെയുടെ ചിന്തയും നാളെയുടെ ചിന്തയും ആശങ്കകളാണ്, നെഗറ്റീവ് ചിന്തകളാണ് നമ്മൾ ദുഃഖത്തിലേക്കും നിരാശയിലേക്കും ഭയത്തിലേക്കും കൊണ്ടുപോകുന്നത്. ആക്ച്വലി നിങ്ങൾ ആരാണ്? ഈ നിമിഷമാണ്. നൗ യു ആർ നൗ. ഈ നിമിഷത്തിൽ ജീവിക്കാൻ ശീലിക്കുക. ഈ നിമിഷത്തിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഈ നിമിഷം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന ഈ നിമിഷം മാത്രമാണ് സത്യം. ഇന്നലെ എന്നുള്ളത് കഴിഞ്ഞു പോയതാണ്. നാളെ സംഭവിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അടുത്ത സെക്കൻഡ് എത്ര പേര് ഈ ലോകത്ത് മരിച്ചു പോകും ഇല്ലേ? എത്ര പേരാണ് ലോകത്ത് ജനിക്കുന്നത്? ഈ നിമിഷം മാത്രമാണ് ശരി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ എന്ത് നേടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും ശരി, ജീവിതത്തിൽ എന്ത് ചെയ്യണമെങ്കിലും ശരി, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ നിമിഷമാണ്. നിങ്ങളുടെ തലക്കകത്തുള്ള, തലച്ചോറിനകത്തുള്ള, ചിന്തകൾക്കകത്തുള്ള ആവശ്യമില്ലാത്തത് മുഴുവൻ വലിച്ചെറിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാനുള്ളതിലേക്ക് മാത്രം നിങ്ങളെ ചിന്തയെ കേന്ദ്രീകരിക്കുക. അത് മാത്രം കേട്ടാൽ മതി. ഒന്ന് കണ്ണടച്ച് നോക്കൂ, അല്ലെങ്കിൽ ഒന്ന് ചെവി കൂർപ്പിച്ച് നോക്കൂ. ഈ പാർക്കിലിരിക്കുമ്പോൾ എനിക്ക് കേൾക്കാം ഒരുപാട് കിളികളുടെ ശബ്ദങ്ങൾ. എൻ്റെ ചുറ്റും എത്ര കാര്യങ്ങളാണ് ഈ നിമിഷം നടക്കുന്നത്. നിങ്ങളുടെയും എൻ്റെയും ചുറ്റും എത്ര കാര്യങ്ങൾ നടക്കുന്നു. എത്ര കിളികളുടെ ശബ്ദമാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വലതുഭാഗത്തുനിന്ന് 3 കിളികൾ ശബ്ദിക്കുമ്പോൾ പുറകിൽ നിന്ന് എത്രയോ കിളികൾ, സൈഡിൽ നിന്ന് എത്രയോ കിളികൾ. ഇവരുടെ എല്ലാവരുടെയും ശബ്ദം. ദൂരെ സഞ്ചരിക്കുന്ന ഒരു ബൈക്കിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാം. നിങ്ങളോട് സംസാരിക്കുന്ന ക്യാമറയും കാറ്റിൻ്റെ നാദവും ഇതെല്ലാം കേൾക്കാം. നമ്മളുടെ ചുറ്റും ഒരുപാട് സംഗതികൾ, ഒരുപാട് സംഭവങ്ങൾ ഓരോ നിമിഷവും സംഭവിക്കുന്നു. നമ്മളതറിയുന്നില്ല.
നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, അന്തം വിട്ടിരിക്കുകയാണ്. നമുക്കിതൊന്നും കേൾക്കാനുള്ള പ്രസൻറ്റ് മൈൻഡില്ല, ഇതൊന്നും കാണാനുള്ള പ്രസൻറ്റ് മൈൻഡില്ല. എവിടെയോ ആണ് ചിന്ത, ഇന്നലെയിലാണ് ചിന്ത, നാളെയിലാണ് ചിന്ത. നോ മൈ ഡിയേഴ്സ്, ബ്രിങ് യുവർ മൈൻഡ്, ബ്രിങ് യുവർ കോൺഷ്യസ് അവെയർനെസ് ടു ദിസ് മൊമെൻറ്റ് ആൻഡ് എൻജോയ് ദ പവർ ഓഫ് നൗ. ലോകത്ത് ഏറ്റവും വലിയ വിജയം നേടിയ ആളുകൾ, ലോകത്തിൽ ഏറ്റവും വലിയ നേട്ടങ്ങൾ കൊയ്ത ആളുകൾ, മാനവരാശിക്ക് വേണ്ടിയിട്ട് വലിയ സംഭാവനകൾ ചെയ്ത ആളുകൾ മുഴുവൻ ഇന്നലകളെക്കുറിച്ച് ഓർത്തവർ വ്യാകുലരായിട്ടില്ല. നാളെയെക്കുറിച്ച് അവർക്ക് ആശങ്കകളും ഉണ്ടായിരുന്നില്ല. അവരെപ്പോഴും ചിന്തിച്ചിരുന്നത്, എൻ്റെ കയ്യിലുള്ള ഇന്നിനെ, എൻ്റെ കയ്യിലുള്ള ഈ നിമിഷത്തെ ഞാൻ എന്ത് ചെയ്യുന്നു. അതിന് തിരിച്ചറിയണമെങ്കിൽ കോൺഷ്യസ് അവെയർനെസ്സിനെ നമ്മൾ ഉണർത്തിയെടുക്കണം. ചുറ്റുമൊന്ന് കണ്ണോടിക്കണം. ചുറ്റും മനോഹരമായ കാറ്റുണ്ട്, ചുറ്റും പ്രകൃതിയുടെ താളങ്ങളുണ്ട്, ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കേൾക്കാൻ കഴിയണം. ആ പവർ ഓഫ് നൗ, ആ ശക്തി, ഈ നിമിഷത്തിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളാണ് വിജയി. നിങ്ങൾക്ക് സ്വന്തമാണ് ഈ ലോകം. അതുകൊണ്ട് തന്നെ ദ പവർ ഓഫ് നൗ അത് അസാധ്യമാണ്. ഈ നിമിഷത്തിൽ ജീവിക്കുക. അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് അസാധ്യമായതൊന്നുമില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ കസാക് ബെഞ്ചാലി.